CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കാട്ടാന ആക്രമണത്തിൽ വനവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. കച്ചേരിപ്പറമ്പ് കരടിയോട് ഫോറസ്റ്റ് വാച്ചർ ഷൈജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി മലപ്പുറം ജില്ലാ മുൻ സെക്രട്ടറിയുമായ EN മോഹൻദാസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 തവണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശവേല സംഗമത്തിന്റെ പ്രൗഢിയിൽ ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. 15 ഗജവീരന്മാരും ഇണക്കാളകളും അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി. ആനവേല എഴുന്നള്ളിപ്പുകളുടെ നിരക്കലും കൂട്ടിമേളവും ഉത്സവ പ്രേമികൾക്ക് ആവേശമായി. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഈ വർഷത്തെ 8ാം വിളക്കുത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെട്ടത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പഞ്ചാരി മേളത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഈ വർഷത്തെ 8ാം വിളക്കുത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെട്ടത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പഞ്ചാരി മേളത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. മൂന്നാം വിളക്കുത്സവം മുതൽ തുടർന്നു പോന്ന ഉത്സവ ബലി ചടങ്ങുകൾ രാവിലെ 11 മണിയോടെ പൂർത്തിയായി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങുകളിൽ മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ പഞ്ചവാദ്യം ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ചു. ചോറ്റാനിക്കര വിജയൻ മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ തുടങ്ങിയ പ്രഗത്ഭർ നയിച്ച പഞ്ചവാദ്യം ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. രാത്രി 9 മണിക്ക് ശുക്കപുരം ദിലീപിന്റെ തായമ്പകയും തുടർന്ന് പോരൂർ ഉണ്ണികൃഷ്ണനും മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് അവതരിപ്പിച്ച ഇരട്ട തായമ്പകയും അരങ്ങേറി. രാവിലെ മുതൽ ഭക്തർക്കായി കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 20,000-ത്തിലധികം പേർക്കുള്ള വിഭവസമൃദ്ധമായ കഞ്ഞിസദ്യയാണ് തയ്യാറാക്കിയിരുന്നതെന്ന്
ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച പള്ളിവേട്ടയും വെള്ളിയാഴ്ച ആറാട്ടും നടക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. കച്ചേരിപ്പറമ്പ് കരടിയോട് ഫോറസ്റ്റ് വാച്ചർ ഷൈജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിലാണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇക്കാര്യം നാട്ടുകാരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. 10 അംഗ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് കാട്ടാനകളെ തുരത്താനായി പ്രദേശത്ത് എത്തിയത്. ഇതിനിടെ ഒരു കാട്ടാന തിരിഞ്ഞുവന്ന് ഷൈജുവിനെ ആക്രമിക്കുകയായിരുന്നു. മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ആശുപത്രി സന്ദർശിച്ചു. സർക്കാരിൽ നിന്ന് വേണ്ട സഹായം ലഭ്യമാക്കാനുള്ള ഇടപെടലുണ്ടാകുമെന്ന് MLA പറഞ്ഞു. ഇത് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഈ വന്യജീവി ആക്രമണം ശക്തിപ്പെട്ടു വരികയാണ്. ഇത് തടയുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഫണ്ടും സഹായവും കൊടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഈ വന്യജീവി ആക്രമണത്തെ നമുക്ക് ചെറുക്കാൻ സാധിക്കൂ. ആൾനാശവും കൃഷിനാശവും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ ഫെൻസിംഗ് ഏറെക്കുറെ ഈ സമയത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫെൻസിങ്ങും ആന മറികടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത്. ഇതിലിപ്പോൾ RRT ഒക്കെ ആനയെ തുരത്താൻ പോയിട്ടുണ്ട്. താൽക്കാലികം ഉണ്ടാക്കിയ ടീമിന്റെ ഭാഗമായിരുന്നു ഈ മരണപ്പെട്ട ഷൈജു. ഏതായിരുന്നാലും ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. വളരെ സങ്കടകരമാണ്. ഷൈജുവിന്റെ കുടുംബം വളരെ പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിന്റെ കൂടെ നമ്മളെല്ലാവരും നിൽക്കണം. ഡിപ്പാർട്ട്മെന്റും സർക്കാരും ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നൽകണം. അതിനുവേണ്ടിയുള്ള എല്ലാ ഇടപെടലും ഞാനിപ്പോൾ വനം വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നുണ്ട്. മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ലഭിച്ചാലും ഒരാളുടെ നഷ്ടത്തിന് പകരം അതാവില്ല. അപ്പോൾ ഒന്നുകൂടി ഞാനിപ്പോൾ DFOനോട് സംസാരിച്ചിരുന്നു. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ ജാഗ്രതയോടുകൂടി ഒന്നുകൂടി പ്രവർത്തിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നോക്കണം. ഈ സംഭവത്തിൽ നിങ്ങൾക്കൊക്കെ സത്യമായി വലിയ തോതിലുള്ള പ്രയാസമുണ്ട്. കാരണം ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ കാര്യത്തിലൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. ആ കുട്ടിക്ക് തന്നെ ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നതിൽ വലിയ പ്രയാസമുണ്ട്. CCN മണ്ണാർക്കാട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി മലപ്പുറം ജില്ലാ മുൻ സെക്രട്ടറിയുമായ EN മോഹൻദാസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 തവണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1951 സെപ്റ്റംബർ 15-ന് ഇന്ത്യന്നൂർ എടയാട്ട് നെടുമ്പുറം പരേതരായ വേലുനായരുടെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായാണ് EN മോഹൻദാസിന്റെ ജനനം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുരംഗത്ത് സജീവമായ EN മോഹൻദാസ്
SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി, DYFI പ്രഥമ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2018 പെരിന്തൽമണ്ണ സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2021 തിരൂർ സമ്മേളനത്തിലും സ്ഥാനത്ത് തുടർന്നു. 2024 താനൂർ സമ്മേളനത്തിലാണ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. ദീർഘകാലം അധ്യാപകനായിരുന്ന അദ്ദേഹം 2007 മനഴി AUP സ്കൂൾ പ്രധാന അധ്യാപകനായാണ് വിരമിച്ചത്. KSKTU CITU ജില്ലാ കമ്മിറ്റി അംഗം, മലപ്പുറം EMS പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി, റേഡ്കോ വൈസ് ചെയർമാൻ, കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ആര്യവൈദ്യശാല വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം നേതൃപരമായ പങ്ക് വഹിച്ചു. നിലവിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗമായിരുന്നു. CCN മലപ്പുറം. ദേശവേല സംഗമത്തിന്റെ പ്രൗഢിയിൽ ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. 15 ഗജ വീരന്മാരും ഇണക്കാളകളും അണിനിരന്ന എഴുന്നള്ളിപ്പുകൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി. ആനവേല എഴുന്നള്ളിപ്പുകളുടെ നിരക്കലും കൂട്ടിമേളവും ഉത്സവ പ്രേമികൾക്ക് ആവേശമായി. ചൊവ്വാഴ്ച രാവിലെ 7:30 നടന്ന കൊട്ടിയറിയിക്കൽ ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വൈകുന്നേരം 4 മണി മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തട്ടകദേശങ്ങളിൽ നിന്നുമുള്ള വേല എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ോടെ തളി ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവസ്വം എഴുന്നള്ളിപ്പും ദേശക്കാളകളുടെ കാവുകയറ്റവും നടന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് അരങ്ങേറിയ പൂതൻ തിറ കളി എന്നിവ കാണികളെ ആകർഷിച്ചു. സന്ധ്യാസമയത്ത് താലം നിരത്തൽ കണ്ടത്തിലും താലപ്പൊലി കണ്ടത്തിലുമായി നടന്ന ആനവേല എഴുന്നള്ളിപ്പുകളുടെ നിരക്കലും കൂട്ടിമേളവും ഉത്സവ പ്രേമികൾക്ക് ആവേശമായി. രാത്രി 8:30 തിരുമുറ്റത്ത് ദേവസ്വം മേളത്തിന്റെ കൊട്ടിക്കലാശവും തുടർന്ന് കാളവേലകളുടെ കാവുകയറ്റവും കാളകളിയും നടന്നു.
രാത്രി 10 മണിക്ക് മായന്നൂർ അമർനാഥ് മാരാരുടെ തായമ്പകയും തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറി. അർദ്ധരാത്രി 12 മണിയോടെ മുല്ലയ്ക്കൽ പൂജ, കളംപാട്ട്, താലപ്പൊലി എഴുന്നള്ളിപ്പ്, താലം നിരത്തൽ, അരിയേറ് എന്നിവയ്ക്കു ശേഷം ക്ഷേത്രപ്രദക്ഷിണവും കൂറവലിക്കൽ ചടങ്ങുകളോടെയും ഉത്സവം സമാപിച്ചു. ബുധനാഴ്ച രാവിലെ ചവിട്ടുകളിയോടെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമാകും. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് ആവേശകരമായ സമാപനം. ഉത്സവത്തിന്റെ ഭാഗമായി മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള വിവിധ കളിസംഘങ്ങൾ അണിനിരന്ന് ഗംഭീര ചവിട്ടുകളി നടന്നു. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചവിട്ടുകളി വൈകുന്നേരം 4 മണി വരെ നീണ്ടുനിന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രമുറ്റത്ത് എത്തിയത്.
CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്ത്രീശക്തിയുടെ മഹത്വവും സമൂഹത്തിലെ സ്ത്രീകളുടെ സംഭാവനകളും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സമുചിതമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ദേശീയ തലത്തിലെ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹുദ നൌറിനെയും പരിശീലകൻ സുരേഷ് ഗോവിന്ദനെയും ചടങ്ങിൽ അനുമോദിച്ചു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ദുബായിൽ വെച്ച് നടക്കുന്ന വേൾഡ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. അത് ഉയർന്ന വിജയം നേടാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 5 വർഷമായി കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ചെർപ്പളശ്ശേരി SMA ഫൈറ്റിംഗ് ക്ലബിലാണ്. സുരേഷ് സാറിൻ്റെ കീഴിലാണ് ഞാൻ കരാട്ടയും കിക്ക് ബോക്സിങ്ങും പഠിക്കുന്നത്. ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ലോണം സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്ന അവരുടെ നേട്ടങ്ങളെ സ്കൂൾ അധികൃതർ വേദിയിൽ വെച്ച് ആദരിച്ചു. Because she scored the 5th position in international for our nation India. That is very important. For the nation of India, she scored the 5th position. So today we are celebrating all these things, and we know that our mother are the most powerful person in the world. When someone asked about these things to the Shankaracharya, who is the best goddess in the world, he said, Mom. Mother is the best goddess in the world. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധി അവിനാഷ് സ്വാഗതം പറഞ്ഞു. സ്ത്രീകളുടെ ശക്തിയും ആത്മവിശ്വാസവും സമൂഹ പുരോഗതിയിൽ വഹിക്കുന്ന നിർണായക പങ്കിനെ കുറിച്ച് സ്കൂൾ കൗൺസിലർ പ്രജിത മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു. സ്കൂൾ അഡ്മിൻ സിന്ധു, വൈസ് പ്രിൻസിപ്പൽമാരായ ഇന്ദിര, അജിത, സ്കൂൾ PRO സായി പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ഒരു വനിതാ താരത്തിനെ, ഒരു പെൺകുട്ടിയെ നമ്മൾക്ക് അനുമോദിക്കാൻ കിട്ടിയതിൽ വളരെ വളരെ ഞാൻ സന്തോഷവതിയാണ്. ഹുദാനൂറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹുദാനൂറിന് മാത്രമല്ല അവരുടെ കോച്ചിനും എല്ലാവിധ ആശംസകളും, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്കൂൾ പ്രതിനിധി മഞ്ജുഷ വനിതാ ദിന സന്ദേശം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ആലപിച്ച വനിതാ ദിന ഗാനവും സ്ത്രീ ശക്തിയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട ജ്വാല എന്ന സംഗീത ശില്പവും ചടങ്ങിന് മിഴിവേകി. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സെലിബ്രേഷൻ കമ്മിറ്റി പ്രതിനിധി ശ്രീദേവി നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കാട്ടാന ആക്രമണത്തിൽ വനവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. കച്ചേരിപ്പറമ്പ് കരടിയോട് ഫോറസ്റ്റ് വാച്ചർ ഷൈജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി മലപ്പുറം ജില്ലാ മുൻ സെക്രട്ടറിയുമായ EN മോഹൻദാസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 തവണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശവേല സംഗമത്തിന്റെ പ്രൗഢിയിൽ ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. 15 ഗജവീരന്മാരും ഇണക്കാളകളും അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി. ആനവേല എഴുന്നള്ളിപ്പുകളുടെ നിരക്കലും കൂട്ടിമേളവും ഉത്സവ പ്രേമികൾക്ക് ആവേശമായി. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഈ വർഷത്തെ 8ാം വിളക്കുത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെട്ടത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പഞ്ചാരിമേളത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.